നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഒരു പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലെ ഭൂമിയുടെ ഭ്രമണപഥം 1 സെക്കൻഡാണ് ഏറ്റവും ചെറിയ അളവ്. അതിന് 10-1 മൈക്രോ സെക്കൻഡ് പറയും. പക്ഷെ ആ 1 സെക്കൻഡ് 100 അംശമാക്കി തിരിച്ചാണ് ഈ നാസ പോലുള്ള സ്ഥാപനങ്ങൾ കണക്കൂട്ടുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വ്യത്യാസം കാണിച്ചതല്ലേ. 1 സെക്കൻഡും ഇല്ല, സെക്കൻഡിൽ 10-1 സെക്കൻഡിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരളവ്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ ഒരളവിൽ ഭൂമിയുടെ ഭ്രമണപഥം ഇന്നലെ വ്യത്യാസം വന്നപ്പോൾ ഒരുപടി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി തന്നെ അന്നുണ്ടാവില്ല ഇതേ രീതിയൊക്കെ. അന്ന് കോടാനുകോടി വർഷം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഒരു വാഹനം, നമ്മളുണ്ടാക്കിയ വണ്ടി 1 വർഷം ഓടി, 6 മാസം ഓടി, 3 മാസം ഓടി കഴിഞ്ഞാൽ പിന്നെ എന്നും വർക്ക്ഷോപ്പിൽ ചെയ്ത് ചെക്ക് ചെയ്യണം, ഓയിൽ മാറ്റണം. ഒരു 15 വർഷം കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയുള്ള മനുഷ്യനിർമ്മിതമായ യന്ത്രങ്ങളുള്ള ഈ ലോകത്ത് കോടാനുകോടി വർഷം 1 സെക്കൻഡിലെ മൈക്രോ സെക്കൻഡില്ല 100-1 അംശം പോലും വ്യത്യാസം വരുത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പ്രപഞ്ച രഹസ്യത്തെ നിയന്ത്രിക്കുന്ന ശക്തി ആരാണോ അതല്ലേ പ്രപഞ്ചനാഥൻ, ദൈവം, അള്ളാഹു, പടച്ചോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാതെ നിങ്ങൾ സൂചന പറഞ്ഞോളൂ. മറ്റു 2 ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ എടുക്കാം. ഒന്ന്, എൻ്റെ സുഹൃത്ത് കാക്കനാടല്ല, അവിടെ അല്പം മാറി, പക്ഷെ നിങ്ങൾക്കറിയില്ല, കാക്കനാട് മകളുടെ കല്യാണം. 1,20,00,000 രൂപ കല്യാണ ചെലവിന് മാത്രം, സ്ത്രീധനം കൊടുത്തല്ല, കല്യാണ ചെലവ് മാത്രം നടത്തി. അതിഗംഭീരമായിട്ട് നടത്തി. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ്. എന്നിട്ട് ഇനി ഇതുപോലെ കല്യാണം ഈ നടക്കുക എന്നുള്ള പ്രതീക്ഷയും നടത്തി. ഞങ്ങളൊക്കെ വലിയ ആളെങ്കിലും അല്പമൊക്കെ തിരക്കുകളുണ്ട്. കല്യാണം വിളിച്ചാൽ മുഹൂർത്തത്തെ ചെല്ലുള്ളൂ, അതിന് മുമ്പ് പോകാനൊന്നും സമയം കിട്ടില്ല. നമ്മളോട് ചെല്ലുമ്പോൾ എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പം ഏതാനും ദിവസം മുൻപ് കേട്ടു, അദ്ദേഹം ബിസിനസ് എല്ലാം തകർന്ന്, വീട് പോയി, മറ്റത് പോയി, മറിച്ചു, എല്ലാം നശിച്ച് ആത്മഹത്യ ചെയ്തോ വെച്ചാൽ ആത്മഹത്യയല്ല, പക്ഷേ ഹൃദയം പൊട്ടി മരിച്ചു. പഴയ ഷുഗറൊക്കെ വന്ന് എങ്ങനെ മരക്കെ 1,20,00,000 കൊടുത്ത് പ്രതാപം നിലനിർത്താൻ വേണ്ടി കല്യാണം നടത്തിയ ആ വ്യക്തിക്ക് വെറും ഭക്ഷണം കഴിക്കാൻ പോലും അവസ്ഥയില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് തകർന്ന് ഹൃദയം പൊട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് മരിച്ചൊരു കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഇത്രയും ലാഭിഷായിട്ട് ചെലവ് ചെയ്യുന്ന ഒരു വർഗം വേറെ ഭൂമിയിൽ പോലും ഇല്ലെന്നാണ് പുതിയ കണക്ക്. ക്രിസ്ത്യൻ സമുദായം, ഹിന്ദു സമുദായക്കാണ് ഇത്രയൊന്നും ലാഭിഷല്ല. മുസ്ലിം സമുദായം കാശുണ്ടെങ്കിൽ ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയില്ലാത്തത്. ആ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും മറ്റെല്ലാവരോടും പൊതുവെയും പറയാണ്, നിങ്ങൾ ചെലവ് ചെയ്യുമ്പോൾ ഒരു രീതിയിൽ മറ്റൊരു ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ സ്വയം നമുക്ക് ഹൃദയം പൊട്ടി നമ്മൾ അറിയാതെ നമ്മൾ മരിച്ചു, നിയന്ത്രിക്കാൻ പറ്റാതെ പോകും, ആർക്കും സഹായിക്കാൻ പറ്റില്ല. അത് ചെയ്യണം. മറ്റൊന്ന്, ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ എറണാകുളം സിറ്റി ഹോസ്പിറ്റലില്ലേ, കരുണാകരൻ്റെ മരുവൻ വേണുഗോപാലൊക്കെ വർക്ക് ചെയ്യുന്നത്, അതിന് മുൻപിൽ നിന്നൊരു ബോർഡുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനം ടാറ്റ, മുനിസിപ്പൽ ജഡ്ജിയുടെ ഇതുകൊണ്ട് ലേലത്തിൽ പിടിച്ച് ഞങ്ങളുടെ സ്വത്താണ്, വേറെ കൈയേറുന്നു. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരു രീതിയിൽ മറ്റു രീതിയിൽ തകർന്ന് തരിപ്പായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു മനുഷ്യന് 1,20,00,000 രൂപ കല്യാണത്തിന് മുടക്കി, ആ കാരണം കൊണ്ടും മറ്റേ കാലം കൊണ്ടും തകർന്നുപോയി. സിറ്റി ഹോസ്പിറ്റൽ പോലുള്ളതൊക്കെ അങ്ങനെ മുടിച്ചില്ല, എങ്കിലും വരുമാനം എന്തോ പറ്റാതെ പോയി. അങ്ങനെ ആകെ നശിക്കേണ്ട വക്കത്താണ് ഇന്ന് ഇന്ത്യ. നമ്മുടെ ആരെങ്കിലും ആധാരം നമ്മുടെ വീട്ടിലുണ്ടോ? ഒരു 90% പേര് ആധാരം സൊസൈറ്റിയിലോ ബാങ്കിലോ ഇരിക്കുകയാണ്. അതിൽ 3-4 വർഷം കൊറോണ കാരണം എല്ലാം മരവിച്ചു പോയപ്പോഴേ എല്ലാം ബ്ലോക്കായി, ഓരോന്നോരും നശിച്ചും ആത്മഹത്യ ചെയ്തും ഹൃദയം പൊട്ടി മരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് കാണില്ല, 37 വയസ്സുള്ള സ്ത്രീ മരിച്ചു, മറ്റു 30 വയസ്സുള്ള ആണ് മരിച്ചു. അങ്ങനെ ഓരോരുത്തരും പെടുമ്പോഴാണ് മരിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ചിന്തിക്കാൻ നമ്മുടെ സർക്കാർ സമയമില്ല. മറ്റൊന്ന് വേഗം പറയാം. മറ്റൊന്ന്, ഒരു പച്ചില പോലും ഒടിക്കരുത് എന്നാണ് ഞങ്ങളുടെ പോളിസി.
ഇത് പച്ച ഉണക്ക ഇലയല്ലാതെ ഉണക്കയില പൊടിച്ചില്ലെങ്കിൽ താഴെ വീഴുമല്ലോ. ഒരു പച്ചില പോലും പൊടിക്കരുത് അല്ലെങ്കിൽ പറിക്കരുത് എന്നാണ് നമ്മുടെ പോളിസി. പക്ഷേ റോഡ് യാത്രക്ക് സൗകര്യത്തിൽ ബുദ്ധിമുട്ടെന്നാൽ മരം തന്നെ വെട്ടേണ്ടി വരും. അതുപോലെ വെട്ടേണ്ട ഒരു മരത്തെക്കുറിച്ചാണ് പറയുന്നത്. പാലറ്റ പൈപ്പിൽ നിന്ന് തമ്മത്തേക്ക് പോകുന്ന റോഡ് ഏതാണ്ട് ഒരു 50, 60, 70, 80, 100 മീറ്റർ മാറുമ്പോൾ ആ റോഡിൻ്റെ അന്ന് ടാറി റോഡിന് അരികിലായിരുന്നു, ഇപ്പോൾ റോഡിന് നടുക്കായി നിൽക്കുക. ആ മരം ഒന്ന് വെട്ടി മാറ്റണമെന്ന് വിനീതമായി ബന്ധപ്പെട്ട അധികാരിയോട് പറയണം. ആ റോഡിപ്പോൾ വളരെ തിരക്കായി. പ്രത്യേകിച്ച് മെട്രോ മണി നടക്കുന്ന ഒരുപാട് ആൾക്കാർ അതിൽ പോകുന്നു. മഹാ തിരക്കാണ് ഇപ്പോൾ റോഡ്. ഇല്ല, ടാർ ചെയ്ത് വീതി കൂട്ടിയില്ലെങ്കിൽ ടാർ ചെയ്ത് കുറച്ചുകൂടിയൊക്കെ ഇതാക്കിയപ്പോൾ ഗതാഗതം വർദ്ധിക്കണം. അത് ചെയ്യണം. മറ്റൊന്ന് ഞാൻ പറയില്ല, മൊയ്തീൻ ഷാ സബീലെ മില്ലത്ത് എന്നുള്ള വഴികാട്ടി, സമുദായത്തെ വഴികാട്ടി എന്നൊക്കെ അർത്ഥം വരാവുന്ന ഒരു ചെറിയ പട്ടം സ്ഥാനം സമുദായത്തിലെ ചിലർക്ക് നൽകിയിട്ടാണ്. അത് ഞാൻ സ്നേഹപൂർവ്വം, അത് മറ്റുകൂടാതെ സർവ്വസ്നേഹി എന്ന പട്ടം നൽകിയിട്ട് അത് വിപുലമായത്. ഇത് ചെറിയൊരു പട്ടമാണ്. അതുകൊണ്ട് കൂടി എനിക്ക് ആ സമുദായത്തിന് വേണ്ടി അല്പ കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ അത് വർഗീയമായിട്ടൊന്നുമല്ല. സത്യത്തിന് മുഖം വികൃതമാണ് പോലെ പറയാനായിരിക്കും. ആ ബീഹാർ ഇലക്ഷനിൽ ഒരു മുകേഷ് സാഹിനിയായിട്ട് ഒരു മുക്കുവ സമുദായത്തിൽപ്പെട്ട ആള് ഉപമുഖ്യമന്ത്രിയായിട്ട് ലാലുവും കോൺഗ്രസും രാഹുലും ഒക്കെ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായിട്ട് ലാലുവിൻ്റെ പോലെ അവർ 5-6% പോലും ബീഹാറിലില്ല. പക്ഷേ 20% വിഭാഗമുണ്ട് ഇവിടെ ബീഹാറിൽ. ആ മുസ്ലിം സമുദായത്തിൽ വോട്ട് വാങ്ങിയാണ് നാളിതുവരെ ലാലു എന്ന മുമ്പേരും കോൺഗ്രസ് മന്ത്രിമാർ ഭരിച്ചവിടെ മുഖ്യമന്ത്രിയായത്. ഒരു ബീഹാറിൽ അബ്ദുൽ ഗഫൂർ ഉണ്ടായിരുന്നു, മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു ബീഹാറിൽ. അങ്ങനെ പല കോൺഗ്രസ് മന്ത്രി ഭരിച്ചത്. ഇത് 20% മണ്ണിൽ 99.100% വോട്ടും കോൺഗ്രസ് മുന്നണിക്ക് ലാലുവിൻ്റെ മുന്നണിക്ക് ചെയ്യുമെന്ന് വിശ്വാസം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാഹുൽ, ഈ കത്തോലിക്ക കോൺഗ്രസ് രാഹുലും ഈ ലാലും കൂടി എന്തേ ചിന്തിച്ചില്ല? അവരെല്ലാം ഷണ്ണന്മാരാക്കി മാറ്റി നിർത്താണ്, മുഖ്യധാരയിൽ മാറ്റി നിർത്തുക. നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസോട് പറയുമ്പോഴേ എനിക്കിത് പറയാനും പറ്റില്ല. ഇന്നലെ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവം, ട്രിവാൻഡ്രത്ത്, ബീഹാറിലെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ഒരു സംഘടന, അതിൽ എക്സലൻസി അവാർഡ് ആർക്കൊക്കെ കൊടുത്തത്? റീത്ത സ്കൂളിലെ 13 വയസ്സുകാരെ പെൺകുട്ടിയെ തലമറച്ചതിൻ്റെ പേരിൽ പുറത്താക്കി ആഘോഷിച്ച് ആ മഹതിക്കാണ് കൊടുത്തത് എക്സലൻസി അവാർഡ്. പണികൾ KR നാരായണൻ്റെ 100ാം ജന്മദിനത്തിൽ ഞങ്ങൾ എക്സലൻസി അവാർഡ് കൊടുത്തു. അതുപോലെ അത് ഉമ്മൻചാണ്ടിക്കായത്. അതേ സ്ഥാനത്ത് കൊടുത്താരാണ്? കോൺഗ്രസിൻ്റെ ദേശീയ സമിതി അംഗമല്ല, ദേശീയ കമ്മിറ്റി അംഗം. സമിതിയേക്കാൾ വലുതാണ്, പ്രശസ്തമാണ് കമ്മിറ്റി എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മോസസ്. എനിക്ക് ആ പുള്ളിയാവുന്നില്ല, ആ പെണ്ണ് കേസ് പെട്ടത് ഒരു കേസ് വന്നാൽ ആ പുള്ളിയാവുന്ന നിൽക്കും, എനിക്കറിയില്ല, ഉറപ്പില്ല കേട്ടോ. മോസസ് കൊടുത്തത്. അതാണ് ഈ ക്രിസ്ത്യൻ കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ് ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാൽ അവിടെ മുസ്ലിങ്ങൾക്കൊന്നും ഒരു അവസരം കിട്ടൂല. അത് ഈ 2% വരുന്ന ക്രിസ്ത്യൻ സമുദായം, അല്ലെങ്കിൽ കേരളത്തിൽ 10% വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പഴയ അവസ്ഥയിൽ അവർ കയ്യിലെടുക്കും. പിന്നെ എങ്ങനെയിടൂ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ പറയുക? എന്താണ് റീത്ത സ്കൂളിലെ മാഡം പ്രിൻസിപ്പൽ കാണിച്ചത്? നിയമപരമായിട്ട് തലയെ വരച്ച് വരാൻ അവകാശമുള്ള ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും കോൺഗ്രസ് MPയും കൂടി അവിടെ ചെന്നിട്ട് ആ പെൺകുട്ടി പിതാവിനെ സ്വാധീനിച്ച് ബഹളമൊന്നും ഉണ്ടാക്കില്ല. അവരും ഗുണ്ടകളെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല കേട്ടോ. ഗുണ്ടകളെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുണ്ടൊന്നുമല്ല, പാവങ്ങളും മര്യാദക്കാരാണ്. ഷിഹാസ് മര്യാദക്കാരാണ്, ഒരു കുഴപ്പമില്ല, അലമ്പില്ല. MP ആണെങ്കിലോ IBയുടെ അതിനേക്കാൾ മാന്യനാണ്. പക്ഷെ അവർക്ക് നിൽക്കക്കളില്ല, ചെയ്തതിൻ്റെ ഫലം നെഗറ്റീവായി എന്നുള്ളതാണ്. ചെന്നിട്ട് അദ്ദേഹത്തെ അവിടെ മാറാനാണ് പറഞ്ഞത്. ചെരുപ്പിന് മുറിച്ച് കാലിൽ മുറിക്കുന്നതിന് പകരം കാലിന് ഒപ്പം ചെരുപ്പ് മുറിക്കുന്ന പകരം ചെരുപ്പ് ഒപ്പം കാല് മുറിച്ച് പറഞ്ഞ പോലെ പറഞ്ഞ കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കോൺഗ്രസ് ദേശീയ എക്സിക്യൂട്ടീവ് സമിതി അംഗമാണ്, കമ്മിറ്റി അംഗം കൊടുത്തത്. അത് ചെയ്ത ആവശ്യത്താണ്. മകൾക്ക് ഭാര്യയുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ തല്ലിക്കൊന്ന് കരലെടുത്ത് മടിയിൽ വെച്ച്, കരൽ ചവക്കണമെന്ന് പറഞ്ഞു ഭാര്യക്ക്, എടുത്ത് മടിയിൽ വെച്ച് പോകുന്ന വഴിയിൽ പാടത്തൂടി പോന്നപ്പോഴേ
പാടത്ത് എന്ന കുറ്റിയിൽ കാലുകൊണ്ടിപ്പോൾ അമ്മ പറഞ്ഞ് അയ്യോ എൻ്റെ മോൻ്റെ കാലെന്ന്. മോൻ ചെയ്തെന്താണ് മക്കൾ അറിയോ? സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, അമ്മ ഇന്നലെ വന്ന ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം അമ്മയെ കൊന്ന് കല്ലുക. അതുപോലെ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്കിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചന്ദനമ വെട്ടി നശിക്കുമ്പോഴും ചന്ദനമയത്തിലെ സ്മെല്ല് നമുക്ക് തരുന്ന പോലെ ഈ മുസ്ലിം സമുദായം ഇന്ത്യയിൽ BJP മാറാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ന കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിൽ പോലും സഹായിക്കുകയാണ് ഈ നിമിഷം വരെ. എന്നിട്ട് ഫലം കൊടുക്കുന്നോ? ബീഹാറിൽ 20% മുസ്ലിങ്ങൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയില്ല. ഇനി മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് അങ്ങനെ അറിയാം. സീറ്റ് 9 കൃത്യം വന്നിട്ടില്ല. ഇത് മാത്രമല്ല, ഞാൻ കൊച്ചു കേരളത്തിലെ കാര്യം പറയാം, പറഞ്ഞേ തീരൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടി ചത്തു. കോൺഗ്രസ് വലിയ നേതാവുണ്ടല്ലോ, ഇപ്പോഴത്തെ ദൈവം രാഹുൽ ഗാന്ധിയല്ല കേരളത്തെ ദൈവം, പിന്നെ ഷാഫി പറമ്പിൽ. ഒരു ഷാഫി പറമ്പിൽ പോയത് 40% വരുന്ന മുസ്ലിം സമുദായത്തിന്റെ നോമിനിയായിട്ടാണ് ആകെ ഒരു സീറ്റ് കോൺഗ്രസ് കൊടുത്തത്. അവിടെ ചെന്ന് എന്താ ചെയ്യുന്നറിയോ മനുഷ്യൻ? ദൃഢപ്രതിജ്ഞ. അത് നിരീശ്വരവാദികൾ മാത്രം ദൃഢപ്രതിജ്ഞയുള്ളൂ. ദൃഢപ്രതിജ്ഞയത് എന്നിട്ട് ആ മഹാൻ ഒരു വലിയ കാര്യം നടത്തി പാർലമെന്റിൽ. അത് ആ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ജയശങ്കർ വക്കീൽ ആരൊക്കെയോ പൂഴ്ത്തിയും പറഞ്ഞു. വിദേശ മലയാളികൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ടിക്കറ്റ് ചാർജ് വർധനൊക്കെ പറഞ്ഞു. അത് കൈയടിച്ച് ആഘോഷം, വലിയ ചർച്ചയായി. നല്ലത് തന്നെ, വിദേശ മലയാളികൾക്ക് അങ്ങനെ ബുദ്ധിമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു തെറ്റില്ല. പക്ഷേ നൂറുകണക്കിന് പശുക്കളെ പേരിൽ നൂറുകണക്കിന് മുസ്ലിം യുവാക്കളെ തല്ലിക്കൊല്ലതിനെ കുറിച്ച് ഒരു വാക്ക് ഈ രാഹുൽ ഗാന്ധിയോ ഈ പ്രിയങ്ക ഗാന്ധിയോ ഈ ഷാഫി പറമ്പിലോ പറഞ്ഞിട്ടില്ല, പറയില്ല. ഇതിനു മുൻപൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. ആരാണെന്നറിയോ? നിലമ്പൂരുകാരൻ. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മകനാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം മുസ്ലിം എന്ന് പറയാൻ പോലും ലക്ഷ്യമായിരിക്കുന്ന ആളാണ്. ഈ ഷാഫി പറമ്പിലൊക്കെ ഒരു മുസ്ലിം പരിപാടി ഉണ്ടെങ്കിൽ അവിടെ 1 കിലോമീറ്റർ ആളുകൾ തിരിച്ചു അങ്ങോട്ട് പോവില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ പാലക്കാട് അമ്പലത്തിൽ ബ്രാഹ്മിൻസ് അമ്പലത്തിലൂടെ സ്ഥാനം കിട്ടുന്നതൊക്കെ. ഇനി വേറൊരു കാര്യം പറയാം, കോൺഗ്രസ് ചെയ്യുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടാണ്. BJP പിന്നെ ചിന്തിക്കേണ്ട, കാരണം മുസ്ലിം വിരോധം തന്നെയാണ്. കോൺഗ്രസ് UP-യിൽ ഒരു UP കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയല്ലോ. സൽമാൻ ഖുർഷിദിന്റെ യോഗ്യത എന്താണ്? കോൺഗ്രസ്സുകാരെ, അതിന്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ദേശീയ മുസ്ലിമായി, ക്രിസ്ത്യാനി ഭാര്യയാകുമ്പോൾ ദേശീയ മുസ്ലിമാവും. അയാൾക്ക് സ്ഥാനം കൊടുത്തു, വിജയിച്ചാൽ അത് വേറെ കാര്യം. നമ്മുടെ ഷെമ മുഹമ്മദിന് ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ കൊടുത്തു. ഇതൊക്കെ എങ്ങനെ പറയാതിരിക്കും? ഷെമ മുഹമ്മദിന് എന്താണ് ആകെ യോഗ്യത? സോണിയാഗാന്ധി നാട്ടുകാരനായ ഒരു കത്തോലിക്ക ഇറ്റലിക്കാരൻ കല്യാണം കഴിച്ചുള്ള ഏക യോഗ്യത. ആ യോഗ്യത അവർ വലിയ സ്ഥാനം കൊടുത്തു. ഇപ്പൊ മാറ്റി നിർത്തിയാക്കണെങ്കിലും അവർ ഓരോ കേസും ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ നിരീശ്വരവാദിയായിക്കണം. മുസ്ലിം വിരോധി പുറത്തു പറയാൻ പാടില്ല. വിരോധം പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന അയക്കരുത്. അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന മനുഷ്യ ദൈവമാണ് ഈ ഷാഫി പറമ്പിൽ. ചെറുപ്പമാണ്, കുറേയൊക്കെ പ്രസംഗിക്കാനൊക്കെ അറിയാതൊക്കെ, ഭാഷയൊക്കെ അറിയാം, നല്ല ഇംഗ്ലീഷ് അറിയാന്നൊക്കെ ചില പറയുന്നത്. ആയിക്കോട്ടെ, എല്ലാവരും ഈ മനുഷ്യനൊക്കെയാണ് മുസ്ലിം പ്രതിനിധിയായിട്ട് കൊടുത്തിട്ട് വരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യം സമുദായം വേണ്ടി ഇരുന്നാൽ ചെയ്യോ? പണ്ട് TH മുസ്തഫ സാഹിബ് ഉണ്ടായിരുന്നു. കോളേജിൽ പൈനിപ്പിള്ള ചാക്കോപ്പിള്ള പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനി വർക്കാരെ പുള്ളിയെ കൊടുക്കുള്ളൂ. പണ്ട് TO ബാബ ഉണ്ടായിരുന്നു, KPC പ്രസിഡന്റ്. അദ്ദേഹത്തെ ആരാ നയിച്ചറിയോ? പൈലിപ്പിള്ള ചാക്കോപ്പിള്ള കോളേജല്ലേ. അത് ഓരോ കാര്യങ്ങളും എന്തിനാണോ ഈ സമുദായത്തെ നിങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത്? ഇപ്പൊ നമുക്കൊരു മാതൃഭൂമി പേപ്പറും മനോരമ പേപ്പറുണ്ട്, എല്ലാം ദേശീയ പത്രങ്ങളാണ്, മുസ്ലിം സ്നേഹമുള്ള പത്രമാണ്. കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഈ മാതൃഭൂമി മനോരമ, മറ്റു പത്രങ്ങൾ വിട്ട് കൗമുദിക്ക് വിട്ടുകളി, അതൊക്കെ കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഒരു പാരോഹിക്കും. വായിച്ച ചരിത്രമുണ്ട്. ഉദാഹരണം ഇതാണ്. ഞാൻ ഇതൊക്കെ ഇത്രയും പുറത്ത്, കാരണം ഞാൻ ഏതാനും നാളുകൾക്കുള്ള ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ സത്യം മാതൃഭൂമിയും മനോരമയും പിന്നെ മുസ്ലിം സമുദായവും മറ്റു സമുദായം അറിഞ്ഞോട്ടെ. ഈ സമുദായത്തെ എങ്ങനെയാണ് ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ ദേശീയ ധാരയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഒതുക്കുന്നത്, നശിപ്പിക്കുന്നത്, തകർക്കുന്നത് അറിയാൻ വേണ്ടിയാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാതെ മറ്റാരും സഹായം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഖുർആൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന കാലം എന്നിൽ സഹായം പ്രതീക്ഷിക്കാമെന്ന് അള്ളാഹു എന്നായിട്ട് പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് താനും പുരക്ക് തോന്നും, എനിക്ക് വേണ്ടി ഞാൻ തന്നെ പ്രവർത്തിക്കാം, ഇപ്പോഴേ ദൈവാനുഗ്രഹം നാട്ടിലെ സഹായം കിട്ടുള്ളൂ. ഇതൊക്കെയാണ് അവസ്ഥകൾ.
ഇതൊക്കെ പരിഹാരം ചോദിക്കാൻ വന്ന ആരാണ്? മുസ്ലിം ലീഗാണ്. അത് പേടിച്ചു പോയത്. പിന്നെ അസറുദ്ദീൻ ഒവൈസി പഞ്ചാബ്, പിന്നെ ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, അത് മറ്റൊരു പിന്നെ അപകടം. എന്താ മനസ്സിലാക്കാത്തത്? എന്താണ് ഇവിടുത്തെ അവസ്ഥ? മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയണം. ഇതൊന്നും വർഗീയതയല്ല. നീ ഒരു തെറ്റായ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും വർഗീയതല്ല. നാട് നന്നാകാൻ വേണ്ടി അല്ലെങ്കിൽ സമുദായം നന്നാകാൻ വേണ്ടിയാണ്. ഞാൻ കോൺഗ്രസിനോട് പറഞ്ഞില്ലേ, കോൺഗ്രസ്സിൽ 20% വരുന്ന 30 കോടി മുസ്ലിങ്ങൾ 99.9% വോട്ടും ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസ് ചെയ്തത് 99.9. എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു സഹായോ അല്ലെങ്കിൽ പ്രോത്സാഹനമോ ഈ സമുദായത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ആദ്യത്തെ പാർലമെന്റിൽ 35 കോടി ഉണ്ടായപ്പോൾ 100ഓളം എംപിമാരുണ്ടായിരുന്നു, മുസ്ലിം എംപിമാരുണ്ടായിരുന്നു. ഒരൊറ്റ മുസ്ലിം ഇത് അന്നത്തെ വിളിച്ചറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ 67 വർഷം നിരന്തരമായി പഠനമായത്. അതിൽ ഇന്ത്യൻ രാഷ്ട്രീയം പറയും, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയും പറയും, കോൺഗ്രസ് ഇതൊക്കെ വരുന്നുണ്ട്, ഇസ്രായേലിലൊക്കെ വരുന്നുണ്ട്. സാധിച്ചോ? നമ്മൾ അയോധ്യയിൽ നിന്ന് ജയിച്ച ഒരാളുണ്ടല്ലോ, അയാൾ ദളിതാണ്, പക്ഷേ സമാജ്വാദി പാർട്ടി ആളാണ്. ആ അയോധ്യ ജയിച്ച ആള് പാർലമെന്റ് 4ാമത്തെ റോയിലാണ് ഒരു സീറ്റ് കിട്ടിയത്. അതിന് കൈ പിടിച്ചു കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി ഫസ്റ്റ് റോയിൽ മടിയിൽ ഇരുത്തിയോ. ഇത് കാണുമ്പോൾ എങ്ങനെ സഹിക്കും? നിങ്ങളൊരു മുസ്ലിം നേതാവിൻ്റെ അതൊക്കെ കൈ പിടിക്കുമോ, അടുത്തിരിക്കുമോ, കാണും ചെയ്യുന്നുണ്ടോ? എങ്ങനെ അത് പറയാതിരിക്കുന്നത്? ഇതൊക്കെ പറയാതെ പോയാൽ നമ്മൾ കവറി കിടക്കുമോ? ഇങ്ങനെ ഈ അവഗണനയൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നും പറയാണ്, ഓരോ കാര്യത്തിലും തകർത്തു. അതേപോലെ 8% ഉണ്ടായത് ഇപ്പോൾ 1% താഴെ 100 ഉണ്ടായിട്ട് അത് 20 ജനസംഖ്യ 35 കാലത്ത് 150 കോടി. ഇതെങ്ങനെ ആരെങ്കിലും പറയുമോ? ഇനിയിപ്പോൾ അത് ഇടതുപക്ഷത്തെക്കുറിച്ച് തന്നെയാണ്. ഇടതുപക്ഷം CPIയിലെ ഇപ്പോൾ ചർച്ച കൊണ്ടിരിക്കല്ലേ. CPIക്കൊക്കെ വല്ല അഡ്രസ്സുണ്ടോ? CPIയുടെ കഥ തീർന്നില്ലേ? അതായത് ഇനി CPMന്റെ സപ്പോർട്ടില്ലാതെ CPIക്ക് ഇവിടെ എത്തിപ്പിടിച്ചെടുക്കാൻ പറ്റും? അവർ പോരുമില്ല. അതൊക്കെ അതിൽ ഒതുങ്ങിപ്പോയി, അതൊക്കെ ലയിച്ചു പോകും, CPMലേക്ക് ലയിച്ചു പോകും. അല്ലാത്തവർക്കൊക്കെ പുറത്തു പോകാത്തേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോക്ക്. എന്തത് മനസ്സിലാക്കാത്തത്? ഞാൻ വീണ്ടും കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്, ഈ 40% മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. സംഘപരിവാർ കണക്കാണ്. അല്ലെങ്കിൽ കുറച്ച് 35, 33 ഒന്നും നിൽക്കട്ടെ, 33 അതുറപ്പാണല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് കേരളത്തിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കി. സങ്കടം. 3 സ്ഥാനമാനങ്ങൾ കൊടുത്തു. ആർക്കാ കൊടുത്തത്? മുസ്ലിങ്ങളതിലില്ല. റോണി ജോണിയായിട്ട് കല്യാണമാണ് 19 അങ്കമാലിൽ വെച്ച്. ഇവിടുന്ന് പൊട്ടി പൊളിച്ചു. ഒന്ന് MLA ആയി വർഷങ്ങളായിട്ട്, 2-3 ടൈമായിട്ട് MLA ആയിരിക്കുക. ഇവിടുന്ന് പൊട്ടി പൊളിച്ചോ. ഡൽഹിയിൽ നിന്ന് ഇറക്കി ചെയ്താണ്, ഇവിടുന്നല്ല. അങ്ങനെ ഓരോരുത്തർ ഇറക്കുകയുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പെണ്ണെ ഇറക്കില്ല, ആദിവാസി പെണ്ണ്. ഇപ്പോൾ ഒരു സീറ്റ് കൊടുക്കുകയും ചെയ്യും. ആ ഒരു സീറ്റ് ഉറപ്പായിട്ട് പോകും. കാരണം എന്നറിയോ? അവർ പിണറായി സഖാവിൻ്റെ പിണക്കം ഓർത്ത് പിണറായി സഖാവിൻ്റെ നമ്മുടെ മറുനാടൻ എതിര് പറഞ്ഞപ്പോൾ അപ്പം മറുനാടൻ പൊക്കിപ്പണി ഈ പെണ്ണോട് ചെന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ പുകഴ്ത്തി പറഞ്ഞു. ആ ഒറ്റക്കാരൻ കൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് സീറ്റിൽ അതിനുശേഷം വന്ന അസംബ്ലി സീറ്റിൽ തോറ്റുപോയത്. ഇനി അതിൻ്റെ അവസ്ഥ 10,000 ഡിസ്ലൈക്കാണ് ആ പെണ്ണിൻ്റെ പേരിൽ വന്നപ്പോൾ. 10,000 ഒരാൾക്ക് 10 ആൾക്ക് വോട്ട് 1 ലക്ഷം ആയില്ലേ? 1 ലക്ഷം വോട്ടിനായിട്ട് തോറ്റുപോയത്. ഇതൊക്കെ അത് ആരാ? ഡൽഹിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടതാണ്. അത് കോൺഗ്രസ് കുടുംബത്തെ അല്ലെങ്കിൽ കത്തോലിക്ക കുടുംബത്തിനൊക്കെ താല്പര്യം അനുസരിച്ച്. നിങ്ങൾ കത്തോലിക്ക കുടുംബം എത്രയും വളർന്നു പോയിക്കോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ സുഖലൂര് നിങ്ങൾക്ക് വേണം. പക്ഷെ ഈ ഒരു സമുദായത്തിന് കൊണ്ടുവന്ന് അവർക്ക് എന്തെങ്കിലും ചാൻസ് കൊടുക്കും. നിങ്ങൾ എന്താ പറയാത്തത്? മുസ്ലിം ലീഗ് നക്കാപ്പിച്ച് കൊടുക്കും. മുസ്ലിം ലീഗ് എന്താ പറയാത്തത്? ഞങ്ങൾക്ക് തന്നാൽ പോരാ, അവിടെ ഞങ്ങൾ 10-40% ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും മാന്യമായിട്ടൊരു അംഗീകാരം കൊടുക്കണം എന്ന് ഈ കുഞ്ഞാക്ക് ഉൾപ്പെടെ തങ്ങൾ ഉൾപ്പെടെ ഒരാൾ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ ഒരേ ചിന്ത മറ്റൊരു പാർട്ടിയിലും മുസ്ലിം സമുദായം ആരും വരരുത്. അവരുടെ പ്രാർത്ഥന അതാണ്, ദുആ അതാണ്. അതല്ലടോ ചെയ്യേണ്ടത്. കുഞ്ഞാക്ക, നിങ്ങൾക്ക് ശക്തി ഉണ്ടാണെങ്കിൽ മുസ്ലിം സമുദായത്തെ മുഴുവൻ പിൻബലം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നക്കാപ്പിച്ച കിട്ടിയ പോരാ. അത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ഈ സമുദായത്തിന് വാങ്ങിച്ചു കൊടുക്കണം. അത് കോൺഗ്രസ് ആയാലും പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയാലും.
വാങ്ങിച്ചു കൊടുത്തേ നിങ്ങൾ അത് പറയുകയെങ്കിലും ചെയ്യണം. പറഞ്ഞിട്ടുണ്ടോ? മറ്റാരും ഇതായിരിക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ഇത്. ഇപ്പോഴത്തെ ഇങ്ങനെ ഞാൻ ഷാഫി പറമ്പിൽ വ്യക്തം, എനിക്കിപ്പോൾ ഷാഫി പറമ്പിൽ എതിരായോട് എന്നെ തൂക്കിക്കൊല്ലം പിരിക്കൊന്നുമില്ല, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഷാഫി പറമ്പിൽ വ്യക്തിപരമായിട്ട് മൊയ്തീൻ ചോദിക്കുകയാണ്, എടോ നിങ്ങൾ 20 നിങ്ങൾ 40% മുസ്ലിങ്ങളുടെ റെപ്രസെന്റേറ്റീവിൽ ഒരു സീറ്റ് കിട്ടി, 20 സീറ്റിൽ ഒരു സീറ്റ് കിട്ടിയത്. നിങ്ങൾ പാലക്കാട് വേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അതൊക്കെ ദുഷ്ടലാക്കാതെ ഞാൻ പിന്നെ പറയുന്നില്ല. നിങ്ങൾ അതോട് എന്താ ചെയ്തിട്ടത്? ദൃഢപ്രതിജ്ഞ ചെയ്ത്. ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ആരാണ്? നിരീശ്വരവാദികളാണ്. കമ്മ്യൂണിസ്റ്റുകാർ പോലും ദൃഢപ്രതിജ്ഞയില്ല. ദൈവത്തെ വിരുവല്ലോ. അത് കോൺഗ്രസ്, അത് കമ്മ്യൂണിസ്റ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയില്ലേ വീണ ജോർജ്, അവർ ബൈബിൾ ദൈവതാമസത്തിലെ സത്യപ്രതിജ്ഞ കേരള അസംബ്ലിയിൽ രേഖയുണ്ട്. ഇവിടെയൊക്കെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, ഇത് കോൺഗ്രസ്സിൽ. അപ്പോൾ മനസ്സിലായി കോൺഗ്രസ് ആർക്ക് വേണ്ടിയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിൽ എൻ്റെ ഒരു ഗുരു പോലെയുള്ള ആളാണ് പിന്നെ ബാലകൃഷ്ണൻ, TS ബാലകൃഷ്ണൻ. അത് ഈ സ്വാമിയാണ്. എനിക്ക് എൻ്റെ പല കാര്യങ്ങളും എന്നെ സഹായിക്കുന്ന ആളാണ് അദ്ദേഹം. ഈ പിന്നെ പണ്ട് കറുപ്പൻജിക്ക് ശേഷം ആ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരാളാണ് TS ബാലകൃഷ്ണൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അതേക്കുറിച്ച് പറഞ്ഞത്. അതങ്ങനെ ആകുകയും ചെയ്യും. ആ ബാലകൃഷ്ണജി ചില പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് കാര്യം? എന്തെങ്കിലും ചെയ്യലൊരു ഒരു മാന്യം വേണ്ടി. എന്തെങ്കിലും ഈ സമുദായത്തിന് വരുമ്പോൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ആ മുസ്ലിം സമുദായത്തിൽ കുറേ കള്ളന്മാർ കോൺഗ്രസ് ഉണ്ട്. അവരുടെ കാര്യം മാത്രം. പിന്നെ അവർ സമൂഹത്തിൽ കാര്യം ചിലപ്പോൾ നോക്കും. പിണറായി സഖാവിനെ എതിർക്കാൻ പറയും. ഈ സമുദായത്തോട് ഞാൻ പറഞ്ഞ ആദ്യം വ്യക്തി, പിന്നീട് കുടുംബം, പിന്നീട് സമുദായം, 4ാമതാണ് സമൂഹം. ഈ 4ഉം ഒന്നൊന്ന് പൂരിതമായിരിക്കണം. സമൂഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. സമൂഹത്തിൽ വാദിക്കണം, ഒരു സംശയമില്ല. അത് ഞങ്ങൾ ഈ റോഡിലെ മരം വെട്ടാരും പറഞ്ഞൊക്കെ സമൂഹത്തിൽ വാദിക്കുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ വീട് ഉണ്ടോ? അപ്പോൾ സമൂഹത്തിൽ ഞങ്ങൾ വാദിക്കണം. ഒപ്പം തന്നെ സമുദായത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നു. അത് വർഗീയതല്ല. പക്ഷെ അങ്ങനെ കോൺഗ്രസ് ആരിൽ വന്നു കഴിഞ്ഞാൽ അവർ ഒരു സമുദായം വേണ്ടിയ അയ്യോ നോട്ടപ്പുള്ളിയാവും. നോട്ടപ്പുള്ളി സത്യമാണ്, നോട്ടപ്പുള്ളി ആവുകയും ചെയ്യും. ഞങ്ങൾക്കല്ല. ഞങ്ങൾ ഈ മറ്റെല്ലാവരും സ്നേഹിച്ച് അവർ വളർച്ചയ്ക്ക് പ്രവർത്തിക്കും. ഒപ്പം തന്നെ സ്വന്തം സമുദായത്തിൽ കൂടി പ്രവർത്തിക്കൽ മാന്യതയാവുള്ളൂ. ജീവിതം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ അമ്മയാകുമ്പോൾ മാത്രമേ ജീവിതം പൂർത്തിയാവുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ സമുദായത്തും കൂടി ചിന്തിക്കുമ്പോഴേ ഒരു വ്യക്തി ഫുൾ സെറ്റപ്പ് ആവുള്ളൂ. അവന് വേണ്ടി വാദിക്കും, സമൂഹത്തിന് വേണ്ടി വാദിക്കും, പോരാ. പിന്നെ ആർക്കൂടി സമുദായത്തും കൂടി, അവൻ്റെ സമുദായത്തും കൂടി വാദിക്കും. അവൻ്റെ സമുദായത്തിൽ ഉറപ്പില്ലെങ്കിൽ, സ്ട്രോങ് ശക്തി ഇല്ലെങ്കിൽ അവർ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണം പറയാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയ MM ഹസൻ. സമുദായം ഒരു വിലയിൽ ഒരു ബലമില്ല. കുഞ്ഞാക്ക് എന്നൊക്കെ പറഞ്ഞാലും സമുദായക്കാർ നോക്കുന്നുണ്ട്, അവർ മേഖലയിലും. ഉമ്മൻചാണ്ടി സമുദായം നോക്കുന്നുണ്ട്. നമ്മുടെ IB ഈഡൻ സമുദായത്തെ കാര്യത്തിട്ട് അവർ അക്ഷരം പ്രവർത്തിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. സമുദായ നേതാക്കളുണ്ട്. ഈ ഷാഫിയോ ഒരു സമുദായ നേതാവായിട്ട് സംസാരിച്ചായിട്ടോ ഫോൺ ചെയ്തിട്ടോ ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചിത്രം നിരന്തരമായിട്ട് കാണുന്നില്ലല്ലോ. എന്തെങ്കിലും മുസ്ലിം പരിപാടി എങ്കിൽ പുള്ളി 1 കിലോമീറ്റർ അകലെ തിരിച്ചു പോകുന്നതാണ് ഇരിക്കട്ടെ. ഞാൻ ഇന്ന് നിലമ്പൂരിൽ ഒരാൾ ചോദിച്ചു, ആളുടെ പേര് മതില്ല, എനിക്ക് സംശയമുണ്ട്, എനിക്ക് കൂടുതൽ വ്യക്തമാണ് അറിയില്ല. ഈ ഷാഫി പറയില്ല പുള്ളി മതപരമായിട്ട് ഒരു ബന്ധമില്ല, നമസ്കാരങ്ങളുടെ കാര്യങ്ങളോ ഒരു ഇല്ലെന്ന് പറഞ്ഞത്. മോറൽ പക്ഷെ 100% ക്ലിയറും അല്ല. പക്ഷെ മുസ്ലിം പേരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച്, ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നാസറുണ്ട്. ആ നാസറിനെ പോലെ, നാസർ ഈഴവനാണ്, മുസ്ലിമല്ല, പേര് കേട്ടാൽ എന്താ അതുപോലെ അവിടെ അഴിമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഈ കള്ളൻ എന്താ ഈ സമുദായത്തിൻ്റെ പേര് കളഞ്ഞത്. പക്ഷെ അന്വേഷിച്ചല്ലേ നാസർ ഒന്നാമത് ഈഴവനാണ്. അങ്ങനെ വല്ലതാണെന്ന് ഞാൻ ചോദിച്ചു ആളോട്. ആളുടെ പേര് അറിയപ്പെടുന്നൊരു നേതാവാണ്, അറിയാതെ. അയ്യോ അങ്ങനെയൊന്നുമല്ല, ആൾ ജനിച്ച് മുസ്ലിം തന്നെയായിട്ടാണ്. കണ്ടില്ലേ? അങ്ങനെ ഉള്ളവരെയാണ് കോൺഗ്രസ്, ഈ കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ ബ്രാഹ്മിൻ കോൺഗ്രസ് അംഗീകരിക്കുള്ളൂ, അവസരം കൊടുക്കുള്ളൂ. അല്ലാത്ത മനുഷ്യസ്നേഹികളെ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഗ്രസ് വിമർശിക്കും നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്ക്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് മരിച്ചിട്ട് 35 വർഷമായിട്ടായി. ഇബ്രാഹിം സുലൈമാൻ സേട്ടും ജോസഫും ഒരേ ദിവസം തന്നെ ഒരാഴ്ചയിലാണ് LDF വന്നത്.
അന്ന് ഇബ്രാഹിം സുലൈമാൻ ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞാണ് അവർ പുറത്തു വന്നത്. എന്നിട്ട് ആ തീവ്രത തീവ്രത പറഞ്ഞപ്പോൾ അവസാനം വന്ന് ആർക്കിസ്റ്റ് വല്ലാണ്ട് ശരിയാക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല. അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്താണ് പേര്. അന്ന് ഞാൻ ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഇട്ട് പേര് ചെയ്തില്ല, ഈ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നല്ല കിട്ടും, വേറെ പേരെ ഉദ്ദേശിച്ചു. അപ്പോൾ ഹർകിഷൻ സിംഗ് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഇടാൻ പറഞ്ഞു. അതിന് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്നിട്ട് പ്രഖ്യാപിച്ചു. ലീഗിൽ നിന്ന് പുറത്തു വരിക ചെയ്തു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹർകിഷൻ സിംഗ് തുറന്നു നോക്കില്ല. പിന്നെ അവിടെ മുന്നണിയിലെടുത്തപ്പോഴേ 29 വർഷം കഴിഞ്ഞാണ് പേരെങ്കിലും മുന്നണിയിൽ ചേർത്തത്, LDF മുന്നണി ചേർത്തത്. സത്യമല്ല ഇവിടെ കണക്ക വന്നിരിക്കുന്നത്. ഒപ്പം ചേർന്ന ജോസഫ് ഗ്രൂപ്പിനെ അവർക്ക് മുന്നണി ചേർക്കണം, മന്ത്രിസ്ഥാനം കൊടുക്കണം ഒരു ലജ്ജയും ഒരു പോരായ്മ ഉണ്ടായില്ല. എന്താ എൻ്റെ മനഃശാസ്ത്രം? ജോസഫിൻ്റെ തലയിൽ തൊപ്പിയില്ല, ഇബ്രാഹിം സുലൈമാനിയുടെ തലയിൽ തൊപ്പിയുണ്ട്, പിന്നെ അടിയിൽ താടിയുണ്ട്. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും അങ്ങനെ കൂടെ ഇരുത്താനും പ്രവർത്തിക്കാനും പറ്റില്ല. അവരെ കുറ്റം പറ്റില്ല, അവർ പോളിസിയാണ്. ഇതിന് കോൺഗ്രസ്സിലുണ്ടാവും ചിലപ്പോൾ. കുഞ്ഞാലിക്കുട്ടി താടിയില്ല, ശിഹാബ് തങ്ങൾ താടിയില്ല, താടിയിൽ കോൺഗ്രസ് ഒന്നും. അപ്പം മുസ്താഖ് ചെറിയ താടിയില്ല. പക്ഷേ മുസ്താഖിനെ എത്തിയുള്ള ആ മേഖലയിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു വശത്ത് നിർത്തിയല്ലാതെ പ്രോത്സാഹനം കൊടുത്തില്ല. പുള്ളി കർണാടകം മുഖ്യമന്ത്രിയാണെന്നറിയോ? അവസാനം അന്ന് ആംബുലൻസായിട്ട് പുള്ളി ഇത് മരിച്ചു. അദ്ദേഹം മരിച്ചു വായിൽ മണ്ണാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നു. ചെന്ന് കർണാടകം മുറിയിൽ കയറി വാതിലടിച്ചിട്ട് പറഞ്ഞറിയോ, എന്നെ മന്ത്രിസ്ഥാനം ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിൽ, കാരണം അതിന് മുമ്പ് പല കാശ് കൊടുത്തിട്ടില്ല, എൻ്റെ ശവം കൊണ്ടുകൊണ്ട് ഒരു ആംബുലൻസ് താഴെ കിടക്കാമെന്ന്. അങ്ങനെ നശിച്ചു പോയിക്കോട്ടെ ചോദിച്ച് എന്ത് കൊടുത്തത്? ഭക്ഷവപ്പ് കൊടുത്തത്. പക്ഷെ മുസ്തഫ ആരാ മോനെ, ആള് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ആള് വേദനാണ്. മുസ്തഫ നിയമോശം കൊടുത്ത് അത് സക്സസ് ആയി, അതിൽ സക്സസ് ആയി. താടി കണ്ട അതാണ്. പക്ഷെ അതിലേ എത്തുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ ദേശീയധാരയിൽ നിൽക്കുമ്പോൾ താടി പാടില്ല, അല്ലെങ്കിൽ തൊപ്പി പാടില്ല, അതൊക്കെ ശരി, ഞാൻ കുറ്റം പറയില്ല, അതൊക്കെ ഒരു രീതിയാണ്. എങ്കിലും അതാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കണം. ജലീൽ സാഹിബ് കണ്ടുള്ളത്, പുനലൂർ ജലീൽ പുനലൂർ. എടോ ജലീൽ പുനലൂർ ഞാൻ എൻ്റെ വളരെ സുഹൃത്താണ്, ഞാൻ പുള്ളി കുഴപ്പക്കാരൻ്റെ പാപ മനുഷ്യനാണ്. 29-30 വർഷമായില്ലടോ നിങ്ങൾ LDF ചേർന്നിട്ട്. അതിന് ശേഷമല്ലേ ഭാഗ്യമായിട്ട് കഴിഞ്ഞ വർഷം ചേർത്ത് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തത്. അത് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ എല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെ, കോൺഗ്രസും അതെ, BJP പറയണ്ടല്ലോ. ഈ സമുദായത്തെ എങ്ങനെ ഒതുക്കാം, എങ്ങനെ തകർക്കാം എന്നുള്ള തിസീസ് ചർച്ച റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് പകരം എന്താ വേണ്ട, അവരെ എതിർക്ക വേണ്ട. ഈ സമുദായം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വല്ല മാർഗമാണ്. ആ മാർഗത്തിൻ്റെക്ക് എത്താൻ വേണ്ട ഒരു വഴിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതാരും എതിർക്കാൻ വേണ്ടിയല്ല, തകർക്കുമല്ല. ഈ സമുദായത്തിന് എന്തെങ്കിലും ആത്മബലം കൊടുത്ത് അവർക്ക് എന്തെങ്കിലും വളർച്ച ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി വചനം നിർത്തും. ജയ് ഹിന്ദ്.